ചിലപ്പോൾ ചില വ്യക്തികൾ എഴുതുന്ന പറയുന്ന കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല, മറുപടി കൊടുക്കണ്ട എന്നും പലരും പറയാറുണ്ട്. പക്ഷേ ചില കമൻറ്റുകൾ എത്ര മോശമാണെങ്കിലും മറുപടി കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്കുള്ള ഉത്തരമല്ല, ആ വ്യക്തിയെ തറപറ്റിക്കാനുമല്ല, ആ വ്യക്തിയുടെ വായ അടപ്പിക്കാനുമല്ല, മറിച്ച് ആ വീക്ഷണമുള്ളവരുടെ മനസ്സിനകത്ത് അങ്ങനെ ചില കമൻറ്റുകളും ചോദ്യങ്ങളും സംശയങ്ങളും എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ വീക്ഷണമുള്ള വ്യക്തികളുടെ മനസ്സിനകത്തുള്ള ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ അതിന് മറുപടി കൊടുക്കണ്ടേ? അതിന് മറുപടി കൊടുക്കുന്നത് ഇങ്ങോട്ട് ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് ഉത്തരമായിട്ട് കൊടുക്കണം. ഇങ്ങോട്ട് അവഹേളനാത്മകമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങോട്ട് മധ്യ കോയിനിൽ തിരിച്ചു കൊടുക്കണ്ടേ? അതിൽ ആർക്ക് ഇഷ്ടപ്പെടുന്നു ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ല, ആ വീക്ഷണമുള്ളവർക്ക് അങ്ങനെ ഒരു റിപ്ലൈ വേണം. അതുകൊണ്ട് ഇപ്പോൾ ഏത് ചോദ്യത്തിനും ഉത്തരം കൊടുക്കുമ്പോൾ ശരിക്കുള്ള ഉത്തരവ് കൊടുക്കാറുണ്ട്, പിന്നെ അയാളുടെ കമൻറ്റിൻ്റെ തിരിച്ചുള്ള ഒരു കമൻറ്റും കൊടുക്കാറുണ്ട്. അത് കൊടുക്കണം എന്ന് ഏതാണ്ട് 99% വ്യക്തികൾക്ക് ധാരണയും തോന്നലും വിശ്വാസവും ആഗ്രഹവുമുണ്ട്. യഥാർത്ഥത്തിൽ കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ വ്യക്തിയാണ്, പേര് കുട്ടപ്പൻ എന്നാണ്. നമ്മുടെ യൂട്യൂബിലും ഉള്ള കുറേ കമൻറ്റുകൾ എഴുതാറുണ്ട്. അതിലെ ഒരു കമൻറ്റ് അയാൾ എഴുതിയത്, സാർ ഈ ശിവലിംഗം ശിവന്റെ ലിംഗമാണ്, അതൊക്കെ വെച്ച് പൂജിക്കുന്നത് സ്ത്രീകൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വികാരം ഉണ്ടാവും, അതുകൊണ്ട് സാറിനെ പോലെയുള്ള വിദ്യാഭ്യാസമുള്ളവർ അതൊക്കെ മാറ്റാനായിട്ട് ഒന്ന് പറയണം എന്ന് വികൃതാർത്ഥത്തിൽ വ്യംഗ്യാർത്ഥത്തിൽ അയാൾ പലതും എഴുതിയ കൂട്ടത്തിൽ ഇതും എഴുതിയത്. ആ കുട്ടപ്പൻ എന്ന വ്യക്തിയോട് പറയുന്നു, അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്, അദ്ദേഹത്തിനോട് പറയുന്നു, കുട്ടപ്പോ അത് ശിവന്റെ ലിംഗമല്ല, ഈ ലിം ഗമയതീതി ലിംഗ, എനർജി മുകളിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് ലിംഗം. ലിംഗം എന്നുള്ളതിന് പ്രതീകം എന്നൊരർത്ഥം കൂടിയുണ്ട്. അത് കൈലാസപർവ്വതത്തിൻ്റെ മിനിയേച്ചർ ഫോമാണ് ശിവലിംഗം എന്ന് പറയുന്നത്. കൈലാസപർവ്വതത്തിൻ്റെ പ്രത്യേകത ഡിസ്കവറി ചാനലുകാർ പറയുകയുണ്ടായി, ഭൂമിയുടെ 1/3 കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് കൈലാസപർവ്വതമാണ്. വടക്കോട്ട് മംഗോളിയ വരെ, കിഴക്കോട്ട് സിംഗപ്പൂർ വരെ, തെക്കോട്ട് മൊറീഷ്യസ് വരെ, അതുപോലെ പടിഞ്ഞാട്ട് ഇറാഖ് വരെയുള്ള കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ കൈലാസപർവ്വതത്തിന് വലിയൊരു റോളുണ്ട്. ആ കൈലാസത്തിലാണ് ശിവന്റെ വാസം എന്ന് വളരെ യജുർവേദം മുതൽക്ക് പറയുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് പുരാണ കാലം മുതൽക്ക് തന്നെയുണ്ട്. ആ കൈലാസവാസന്റെ സ്ഥലമാണ്, ദേവാലയമാണ് ശിവലിംഗമായിട്ട് ഇതാക്കി. ഈ കേരളത്തിലെ തമിഴ്നാട്ടിൽ മാത്രമാണ് ശിവലിംഗം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും കുറച്ച് കുന്നുമാതിരിയാണ്. നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ അങ്ങനെയാണ്. അതാണ് ശിവലിംഗത്തിന് പൂജിക്കുന്നതിൻ്റെ കാര്യം. ഈ 33 കോടി ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു യേശു ക്രിസ്തുവിനെയും യഹോവയെയും സ്വീകരിക്കാൻ ഹിന്ദുക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പണ്ടും ഇന്നും എന്നും അവർ സ്വീകരിക്കുന്നു. ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബൈബിള്, ആയിരക്കണക്കിന് ആചാര്യന്മാരുടെ കൂട്ടത്തിൽ ഇവിടുത്തെ യേശുദേവനെയോ പുണ്യവാളന്മാരെയോ ഒന്നും ഇവർ ചെയ്യുന്ന നന്മകളെല്ലാം ഹിന്ദുക്കൾ അംഗീകരിക്കുന്നു. പക്ഷെ പുറകിൽ ഹിഡൻ അജണ്ട വെച്ച് ചതിയും വഞ്ചനയും പറ്റിക്കലും കൂടി ജീവിതത്തിൻ്റെയും മതപരിവർത്തനത്തിൻ്റെയും ഭാഗമാക്കുന്നതിനെയാണ് എതിർക്കുന്നത് എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്കെതിരെ മാത്രം. നിങ്ങളെ എതിർക്കുകയും വെല്ലുവിളിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം തിരിച്ച് തരികയും ചെയ്യും എന്ന് ഓർമ്മിക്കണം. മിണ്ടാതിരിക്കില്ല, സാരയില്ല, നമ്മൾ ആ ലെവലിലേക്ക് താഴണ്ട എന്ന് വിചാരിക്കില്ല. ഈ ഉത്തരം നൽകുന്നത് കുട്ടപ്പന് മാത്രമല്ല, മറ്റ് ഹിന്ദുക്കൾക്കും കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിലും ലോകത്തിലെ ഓരോ സ്ഥലത്തും, വികസിത രാഷ്ട്രങ്ങളും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ, ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ വേഷം കൊണ്ട് ഹിന്ദുവിൻ്റെ അടുത്തേക്ക് വരില്ല. ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ വേഷം കൊണ്ട് ഹിന്ദുവിൻ്റെ അടുത്തേക്ക് വരില്ല. ഹിന്ദുക്കളുടെ ദൈവത്തെയോ ഗ്രന്ഥത്തെയോ ചീത്ത പറഞ്ഞുകൊണ്ട് തിരിച്ച് 5 ഏക്കർ വലിപ്പത്തിൽ കിട്ടുന്നറിയാവുന്നത് കൊണ്ട് അതിന് കാരണം ഗോപാലകൃഷ്ണൻ കൊടുക്കുന്ന മറുപടിയാണെന്ന് കൂടി പറയുന്നു. പ്രണാമം, നമസ്കാരം.